മക്കളുമൊത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട അച്ഛാ. മനുഷ്യനുമായിട്ട് എനിക്ക് ഒത്തുപോകാനാവില്ല. വേണ്ട മോളെ, വേണ്ട. മോൾക്ക് വേണ്ടാത്തൊരു ജീവിതം ഇനിയും തുടരണമെന്ന് അച്ഛൻ ഒരിക്കലും പറയില്ല. നിന്നെ വീണ്ടും അവന്റെ അടുത്തേക്ക് എത്തിച്ചതിൽ അച്ഛനും ചെറിയൊരു പങ്കുണ്ട് മോളെ. സ്നേഹവും നന്മയും അഭിനയിച്ച് അവൻ എല്ലാവരെയും കയ്യിലെടുത്തു. എന്നിട്ട് എന്റെ മോളെയും കുഞ്ഞുങ്ങളെയും അവൻ ശിക്ഷിച്ചു. ഞാനും രഘുവേട്ടനും ഇവിടെ നിർബന്ധിച്ചിട്ടുണ്ട് അച്ഛാ. വിനയം പുതിയ മനുഷ്യനായി മാറി, നീ അവനെ വിശ്വസിക്കണോന്നൊക്കെ പറഞ്ഞു. അന്നേ ചീരു പറഞ്ഞതാ, എത്ര കാലം കഴിഞ്ഞാലും വിനയന്റെ ഉള്ളിലെ ക്രിമിനൽ അവളെ സ്വന്തമാക്കുന്നതോടെ വീണ്ടും പുറത്തു വരുമെന്ന്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പോട്ടെ പോട്ടെ മോളെ, കഴിഞ്ഞതൊക്കെ പോട്ടെ. ചീരുമോളെ നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ. ഇനി മുതൽ എന്റെ മോളെ ഞാൻ നോയിക്കൊള്ളാം. മോളെ, മോളൊന്നുകൊണ്ട് പേടിക്കണ്ട, അച്ഛൻ നോയിക്കൊള്ളാം നിന്നെ. എനിക്ക് മാത്രം രക്ഷപ്പെട്ട പോരച്ച, എന്റെ മക്കളെ കൂടി എനിക്ക് രക്ഷിക്കണം. അയാളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ മക്കളെ തിരിച്ചു വാങ്ങി തരണം അച്ഛ. അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യം മുഴുവൻ അയാൾ എന്റെ മക്കളോട് തീർക്കും. ഇല്ല ചീരു, ആർച്ചമോൾക്കും ഭദ്രമോൾക്കും ഒന്നും സംഭവിക്കില്ല. അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അവര് നിന്റെ കുഞ്ഞുങ്ങളാ, നമ്മുടെ മക്കളാ. അതെ മോളെ, വിനയന്റെ അമ്മയും മാമനും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവര് നോക്കിക്കോളും. തൽക്കാലം കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതിരിക്കാൻ അവർ കൂടെ ഉണ്ടാവും. നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുത്താലോ? അയാളുടെ വീട്ടിൽ വെച്ച് അയാൾ എന്നെ തല്ലിയ കാര്യം ഞാൻ പറഞ്ഞ പോലീസ് അയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കും. എന്റെ കുഞ്ഞുങ്ങളെ പോലീസ് ഇടപെട്ട് എന്റെ കൈകളിലേക്ക് എത്തിച്ചു തരും. പോലീസും കേസും ഒക്കെ പിന്നെ. ആദ്യം എനിക്ക് അവനെ ഒന്ന് കാണണം. എന്തിനാണ് വീണ്ടും അവൻ നല്ലവൻ ചമഞ്ഞ് എന്റെ മോളെയും കുഞ്ഞുങ്ങളെയും തിരിച്ചു വിളിച്ചതെന്ന് എനിക്ക് ചോദിക്കണം അവന്റെ മുഖത്ത് നോക്കി. അതെ, നിന്നെയും കുഞ്ഞുങ്ങളെയും അച്ഛൻ വീണ്ടും അവന്റെ ചങ്ങലക്കുരുക്കിലേക്ക് ഇട്ടുകൊടുത്തതാണെങ്കിൽ അതേ ചങ്ങല പൊട്ടിച്ച് എന്റെ മക്കളെ ഈ അച്ഛൻ തന്നെ മോചിപ്പിച്ചുകൊണ്ട് വരും. എന്റെ മോള് ധൈര്യമായിട്ടിരുന്നു കേട്ടോ.